ടാപ്പിയോക്ക ഫ്രിറ്റേഴ്സ് കോഴിക്കാലെന്ന് നമ്മൾ തലശ്ശേരിയിൽ പറയും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെരുംജീരകത്തിൻ്റെ വെളുത്തുള്ളിൻ്റെ കറിവേപ്പിലയൊക്കെ ഇടയൊക്കെ നല്ല അടിപൊളി സുഗന്ധമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ കിഴങ്ങ് കണ്ടില്ലേ, ഇത് നമുക്ക് നീളത്തിൽ പീസാക്കി എടുക്കണം. കിഴങ്ങൊക്കെ ഇത് തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതേപോലെ ഈ ഒരു നീളത്തിൽ നമുക്ക് കിഴങ്ങരി കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ നർമ്മയായി കട്ട് ചെയ്ത് കൊടുക്കാം. കിഴങ്ങ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ലോങ് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടു, ഈ ഒരു തിക്നെസ്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൽ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിലർ ഇതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ തലശ്ശേരിയിൽ ഡയറക്റ്റ് ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുകയാണ് പച്ചമുളക് നമുക്ക് നേർമയായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതേപോലെ തന്നെ തൊലി അടക്കമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എടുത്തിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം ഇത്രയും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേ അധികം കറിവേപ്പിലയാണ് ഇതിൻ്റെ ടേസ്റ്റ്. കറിവേപ്പില എത്ര ഇടുന്നോ അത്ര ടേസ്റ്റ്. ഓക്കെ, കറിവേപ്പില കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. എന്നാൽ ഈ കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് തനിയെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ നല്ല ടൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കിഴങ്ങൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നന്നായി വരും. പെരുംജീരകം കുറച്ച് മഴക്കാലത്തായതുകൊണ്ട് കുറച്ച് പൂപ്പൽ വന്നു പോയതാണ്. അവിടെ കുറന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു മോയ്സ്ചർ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു പരുവത്തിലാണ്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കൂട്ടി പിടിച്ചാൽ ഇതേപോലെ പൊട്ടിപ്പിടിക്കണം. കടലമാവ് അധികം ഇടാൻ പാടില്ല. ഈ ഒരു ഇതൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടി മാത്രം. കണ്ടില്ലേ, ഇതേ ഈ ഒരു പരുവത്തിലായിരിക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അതിനുശേഷം മിക്സ് ചെയ്താൽ കിഴങ്ങൊക്കെ കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടലമാവ് അധികമായി പോകാൻ പാടില്ല. ജസ്റ്റ് ഇതേപോലെ നമ്മളിതൊന്ന് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി വരണം. അത്രയേ വേണ്ടൂ. കടലമാവ് അധികമൊന്നും വേണ്ട. ഇതേപോലെ ജസ്റ്റ് ഈ കിഴങ്ങിൻ്റെ പീസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ മാത്രം. ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് കോഴിക്കാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇങ്ങോട്ട് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓയിലിലേക്ക്
കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ നമ്മളെ കോഴിക്കാല് ടാപ്പിയോക്ക ഫ്രൈസ്, ടാപ്പിയോക്ക ഫ്രിറ്റേഴ്സ്, കോഴിക്കാലെന്ന് നമ്മൾ തലശ്ശേരിയിൽ പറയും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെരുംജീരകത്തിൻ്റെ, വെളുത്തുള്ളിൻ്റെ, കറിവേപ്പിലയൊക്കെ ഇവയൊക്കെ നല്ല അടിപൊളി സുഖമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല ഉള്ളിലോളം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, ചൂടോടെ കഴിക്കാം.